ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതേ അധികം ആർക്കും അറിയാത്ത ഒരു വാഴയ്ക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ പണ്ടുള്ളവർക്കൊക്കെ അറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും വളർത്തുന്നുണ്ട്. ഈ വാഴയുടെ പേര് കപ്പക്കാളി വാഴ എന്നാണ്. അത് നമ്മൾ പണ്ടൊക്കെ ഈ കപ്പയൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ പുഴുങ്ങി കഴിക്കുന്ന ഒരു വാഴയ്ക്കയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്കൊന്ന് തോരൻ വയ്ക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. തന്നെയല്ല, ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് കേട്ടോ. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന ഒരു തരം വാഴയാണ്. അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ തോരൻ വയ്ക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത കായ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുക. അതിന് ശേഷം വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ വീട്ടിലുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എത്ര പേരുടെ വീട്ടിലുണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ ചീമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ തോരൻ വയ്ക്കാനായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി അത് വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ ഒരു 4 പീസാക്കിയതിന് ശേഷം നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് പഴമായിട്ടും നമുക്ക് കഴിക്കാം. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോബസ്റ്റോ ഒക്കെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പഴമാണ് കേട്ടോ. അപ്പോൾ വാഴയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലയും അതുപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തോരൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി, ലേശം മതി, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അപ്പോൾ ചീനിച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കാന്താരിമുളകും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. കാന്താരിമുളക് ഇല്ലാത്തവർ പച്ചമുളക് ഇടുന്നത് നല്ലതായിരിക്കും. എന്നാലും കാന്താരിമുളക് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് മാത്രം, ഒരു നുള്ള് കുരുമുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പച്ചമണം ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച് കായ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ച കായൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ചിട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. എന്നാലാണ് അത് വെന്ത് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ കായ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ലേശം വെള്ളം കൂടി വറ്റിക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നല്ല ഔഷധ ഗുണമുള്ള കാളി വാഴയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂട്ടി നമുക്ക് ചോറുണ്ണാനായിട്ട് നമുക്ക് കുറച്ച് തൈര്, കുറച്ച് കാന്താരിമുളക്, 1-2 കാന്താരിമുളകൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പും ഒരു പ്രത്യേക എനർജിയൊക്കെ കിട്ടും. ഇതുപോലെ തൈരൊക്കെ കൂട്ടി ഇതും കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ കപ്പക്കാളി വാഴയ്ക്ക തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ കുറച്ച് ചോറും പപ്പടവും നമ്മുടെ കായയുടെ തോരനും അതുപോലെ കാന്താരിമുളക് ഇട്ട് അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തൈരും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ കൂട്ടിയിട്ട് ഈ ചോറൊന്നും കൊണ്ട് നോക്കിക്കേ, പിന്നെ നിർത്തില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് ഈ തൈര് കൂട്ടി ഇങ്ങനെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.